വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലേറ്റ്സ്. ഇന്ന് നമ്മൾ വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒനിയൻ റിങ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മുഴുവനും കാണുവാൻ വേണ്ടി ശ്രമിക്കുക. റെസിപ്പിയിലോട്ട് പോകാം. ഒനിയൻ റിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മറ്റേതെങ്കിലും ഫ്ലേവർ താല്പര്യമുള്ളവർക്ക് അത് ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓനിയൻ പൗഡറോ ചില്ലി പൗഡറോ അങ്ങനെ എന്തെങ്കിലും. രണ്ടാമത് വേറൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു ബൗളും കൂടെ എടുക്കണം. അതിലേക്ക് 1 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ മോരും വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് മൂന്നുമാണ് നമ്മുടെ ഒനിയൻ റിങ്സ് കോട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ. ഇത് മൂന്നും നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഒനിയൻ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ 2 ഒനിയനാണ് എടുത്തിരിക്കുന്നത്. ഒനിയൻ്റെ ടിപ്പ് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. രണ്ട് ഒനിയൻ്റെയും നമുക്കങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിനുള്ളിൽ നിന്ന് ഇങ്ങനെ റിങ്സ് നമുക്ക് എടുക്കണം. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇതിനുള്ളിൽ നമുക്ക് ഇതെല്ലാം ഒനിയൻ റിങ്സ് ആണ്. നമുക്ക് ഓരോ റിങ്സ് ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കാം. ഞാനിപ്പോൾ ഇത്രയും ഒനിയൻ റിങ്സ് ആണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇത്രയത്തിനകത്ത് നമുക്ക് ഈ കോട്ടിംഗ് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടിയത്. ഇനി നമുക്ക് ഇത് ഓരോ റിങ്സായിട്ട് എടുത്ത് ഈ കോട്ടിങ്ങിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ മൈദ മിക്സിലോട്ടാണ് ഡിപ്പ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മുട്ടയുടെ മിക്സിലോട്ട് ഡിപ്പ് ചെയ്തെടുക്കണം. നല്ലപോലെ മൈദയിൽ കോട്ട് ചെയ്തതിന് ശേഷം മുട്ടയുടെ മിക്സിലോട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. അതൊന്ന് കോട്ടായിട്ട് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ മൈദയുടെ മിക്സിലോട്ട് ഡിപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് വീണ്ടും മുട്ടയുടെ മിക്സിലോട്ട് ഡിപ്പ് ചെയ്യണം. ഈ 2 മിക്സ്ചറിൽ നമ്മൾ 2 റൗണ്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അവസാനമായിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഒനിയൻ റിങ് നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ റിങ്സും കോട്ട് ചെയ്തെടുക്കണം. കണ്ടില്ലേ, പെർഫെക്റ്റ് ആയിട്ട് ഇത് കോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ റിങ്സും ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒരു റിങ്ങും കൂടെ കോട്ട് ചെയ്തെടുക്കുന്ന കാണിച്ചു തരാം. എയർ ഫ്രയറിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എയർ ഫ്രയർ ഇല്ലാത്തവർക്ക് ഇത് ഓയിലിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. എയർ ഫ്രയറിൽ എല്ലാം ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ മുകളിൽ റിഫൈൻഡ് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഓയിലിലാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എയർ ഫ്രയറിൽ 12 മിനിറ്റ്സ് ആണ് ടോട്ടൽ ടൈം. 6 മിനിറ്റ്സ് കഴിയുമ്പം നമുക്കിതുപോലെ ഒന്ന് എടുത്ത് നോക്കാം. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് വീണ്ടും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് 6 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഇതുപോലെ ഫ്രൈ ആയിട്ട് കിട്ടും. ഇപ്പം കണ്ടില്ലേ, നല്ല ഗോൾഡൻ ക്രിസ്പി കളറായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടില്ലേ, നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഒനിയൻ റിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. വളരെ ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയാണ്. താങ്ക് യു.